ഞാനിന്നൊരു ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് ചുമന്ന ചീരയാണ്. ഞാൻ കുറച്ച് ചീര ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ തേങ്ങ, ഒരു 2 സ്പൂൺ തേങ്ങ. അത് ചീര കൂടുതൽ എടുക്കുകയാണെങ്കിൽ തേങ്ങ കൂടുതലെടുത്തോ. ഇനി തേങ്ങ കുറച്ച് മതിയെങ്കിൽ ഇത് മതിയാവും. പിന്നെ 2 പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കുക. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചീര കൂടുതൽ എടുക്കുമ്പോൾ 2-3 ചുവന്നുള്ളിയും കൂടി കൂടുതലെടുത്തോ. ഇനി ഞാൻ ഈ ചുവന്നുള്ളി പച്ചമുളകും നല്ല പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പം ഞാൻ പിന്നെ ഉള്ളിയും പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കാം. ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൂടിയിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ മതി. എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഇടാം. ചീരയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഞരടി വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളി പച്ചമുളകും അതിടാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിന് മേലിടാം. ഇപ്പോൾ ഇളക്കണ്ട. ഇതിങ്ങനെ തന്നെ മൂടി വെച്ചേക്കാം. ഒരാവി വന്നതിന് ശേഷം ഇളക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആവി വന്നിട്ടുണ്ട്. ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലോണം യോജിപ്പിക്കുക എല്ലാം കൂടിയിട്ട്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. 2 മിനിറ്റ് മതി. ചീര പെട്ടെന്ന് വേവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചീര വെന്തിട്ടുണ്ടോയെന്ന്. ചീര നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടേ ഇല്ല. നല്ല ചീര. ഒട്ടും വെള്ളം ഒഴിക്കണ്ട ചീരയിൽ. നല്ല ഉതിർന്ന ചീര. ഇത് നല്ല രുചിയാണ് ഈ ചീര കൂട്ടാൻ. ഇത് ഇങ്ങനെ വയ്ക്കുന്നത് ഏറ്റവും രുചി നമ്മുടെ പറമ്പിൽ വേലിക്കിലൊക്കെ നിൽക്കുന്ന ചീരയില്ലേ, മധുരച്ചീര, ഒടിച്ചുകുത്തി ചീര എന്നൊക്കെ പറയുന്നത്. അത് അതിൻ്റെ ഇല വയ്ക്കുകയാണ് ഏറ്റവും രുചി ഇതിന്. ഇത് നല്ല രുചിയാണ് ഈ ചീര. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ചീരത്തോരൻ റെഡി.